ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചായൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വറുത്തതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചക്ക ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല വരിക്കച്ചക്കയാണ് ഇതിന് വേണ്ടത്. അത്യാവശ്യം കട്ടിയുള്ളതും തീരെ കട്ടി കുറഞ്ഞതും അല്ലാത്ത ചക്കയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം. ഓവർ വലിപ്പം ആകരുത്, ചെറിയ എന്നാലേ വേഗം നമുക്കിത് മൂത്ത് കിട്ടുള്ളൂ. ഇതേ വലിപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നു. അതാണ് ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്നത്. ചക്ക നമ്മൾ എങ്ങനെ വേണേലും നമുക്കറിയാം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. ഏത് ഷേപ്പിൽ വേണേലും അറിയാതെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിരിക്കും. ഈ ചക്ക വറുക്കുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിന് ആവശ്യമുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ചക്ക ഇട്ട് കൊടുക്കാവുള്ളൂ. ചക്ക മുകളിൽ ഒത്തിരി വരുന്ന രീതിയിൽ ഇടരുത്, ഓവർ ചക്ക ആകരുത്. എണ്ണ മുകളിൽ നിൽക്കുന്ന ഭാഗത്തിനേ ആകാവുള്ളൂ. അതിനാവശ്യമായ ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. ആ മഞ്ഞളും കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരിക്കലും ചക്ക ഇട്ട ഉടനെ ഇത് ഇളക്കാൻ പാടില്ല. ഇളക്കി കഴിഞ്ഞാൽ ഇതൊരു വെന്ത പോലെ ആയിപ്പോവും. അങ്ങനെ ഇളക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ സ്പൂണൊന്ന് വട്ടം കറക്കാനേ പാടുള്ളൂ, അല്ലാതെ ചക്ക നേരിട്ട് ഇളക്കാൻ പാടില്ല. ഇപ്പം ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ചക്ക ഇങ്ങനെ വട്ടത്തിലൊന്നും കറക്കാനേ പാടുള്ളൂ. ചക്ക ഒത്തിരി ഇളക്കാൻ പാടില്ല. അല്പസമയം നന്നായിട്ട് തീ കത്തിക്കണം, അല്ലെങ്കിൽ അത് വാടിപ്പോകുന്ന പോലെ ആയിപ്പോകും. ചക്ക ഇടുന്ന സമയത്ത് നല്ലതായിട്ട് തീ കത്തിക്കണം. ഇത് ഏകദേശം ഇവിടെ ഒരു മൂത്ത് വന്ന ഭാഗമായിട്ടുണ്ട്. ഒരല്പം കൂടി ഒന്ന് മൂത്ത് വരണം. ഒരു ചെറിയൊരു ചുമപ്പ് കളർ പോലെ ആകണം. അപ്പോൾ നമുക്കത് ഇപ്പോൾ ചെറിയ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇരുന്ന് കുറച്ചുകൂടി ഒന്ന് ആകും. നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് ആക്കിയെടുക്കാം. നമ്മുടെ ചക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണല്ലോ ചക്ക. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം ഉണ്ടായിരിക്കുന്നൊരു സമയമായതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നന്നായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കും അടിക്കുക. താങ്ക് യു.